ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMT. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ സിമിലർ ട്രയാങ്കിൾസ് സദൃശ ത്രികോണങ്ങൾ എന്ന പാഠഭാഗം ആരംഭിക്കുകയാണ്. അപ്പം സദൃശ ത്രികോണങ്ങൾ എന്താന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിനു മുമ്പേ നിങ്ങൾ പഠിച്ച ഈക്വൽ ട്രയാങ്കിൾസ് അതെന്താണെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് സിമിലർ ട്രയാങ്കിൾസ് അതായത് സദൃശ ത്രികോണിലേക്ക് പോകാം. ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. അത് രണ്ട് ത്രികോണത്തിന്റെയും കോണളവ് തുല്യമാണ്, പക്ഷെ വശങ്ങൾ നോക്കിക്കേ വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെയുള്ള ത്രികോണമാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് എന്താ നോക്കാം. ഇവിടെ 40, ഇത് എന്താണ്, ഇവിടെ നേരത്തെ ഇതേ മെഷറിന് കൊടുക്കാം 80, 40, 60. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ എന്നിരിക്കട്ടെ. ഈ ചിത്രത്തിൽ നോക്കിക്കേ, ഈ രണ്ട് ചിത്രങ്ങളും നിരീക്ഷിച്ചാല് അളവുകൾ തുല്യം തന്നെ. 40, 60, 80. 40, 60, 80. 80ന്റെ എതിരെ വശം 4 സെന്റിമീറ്റർ. ഇവിടെ 80ന്റെ എതിരെ വശം 4 സെന്റിമീറ്റർ. 60ന്റെ എതിരെ വശം 3 സെന്റിമീറ്റർ. 60ന്റെ എതിരെ വശം 3. പിന്നെ 40ന്റെ എതിരെ വശം 2. 40ന്റെ എതിരെ വശം 2. ഈ രണ്ട് ത്രികോണങ്ങളിലും കോണളവും തുല്യമാണ്. അവയുടെ എതിരെയുള്ള വശങ്ങളുടെ നീളവും തുല്യമാണ്. ഈ ത്രികോണത്തെ ഇതിന്റെ പുറത്ത് കോണളവ് അനുസരിച്ച് നമ്മൾ തിരിച്ച് കറക്കി വെക്കുകയാണെങ്കിൽ ഇത് രണ്ട് ത്രികോണങ്ങളും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതായി കാണാം. അതായത് കോണുകളും വശങ്ങളും ഒന്നിനോടൊന്ന് തുല്യമായിട്ടിരിക്കുന്ന കാണാം, ഒരു വ്യത്യാസവും കാണുന്നില്ല. ഇത്തരം ത്രികോണങ്ങളെയാണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ്? തുല്യ ത്രികോണങ്ങൾ. പണ്ടൊക്കെ ഇതിന് സർവസമ ത്രികോണങ്ങൾ എന്നായിരുന്നു പേര്. ഇപ്പൊ പേരൊക്കെ മാറി ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് ആക്കി. അപ്പം അതൊക്കെ പോട്ടെ. നമ്മുടെ എയിം എന്ന് പറഞ്ഞാല് സിമിലർ ട്രയാങ്കിളിലോട്ട് പോവുക എന്നതാണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്താ നിങ്ങൾ പഠിച്ച കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതാ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇനി നമുക്ക് സിമിലർ ട്രയാങ്കിൾസിലേക്ക് കടക്കാം. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ത്രികോണങ്ങളിലും കോണളവൊക്കെ തുല്യമാണ്, പക്ഷെ വശങ്ങളുടെ നീളം നോക്കിക്കേ. ഞാൻ 80-നെതിരെ ഇവിടെ 4 കൊടുക്കുകയാണ്, നീളം കൂടുതലുണ്ട്. 60-നെതിരെ 3 സെന്റിമീറ്റർ കൊടുക്കുന്നു. ഇവിടെ 40-ന്റെ എതിരെ 2 സെന്റിമീറ്ററും കൊടുക്കുന്നു. ഇവിടെ വശങ്ങളുടെ ഇപ്പം കോണളവ് അനുസരിച്ച് നമുക്ക് ഈ വശങ്ങളുടെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഈ 40, 60, 80 വെച്ച് നീളം കുറഞ്ഞ ത്രികോണം ഉണ്ടാക്കാൻ പറ്റും, നീളം കൂടിയ ത്രികോണം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഇത് കുറച്ചുകൂടെ നീട്ടിക്കഴിഞ്ഞാൽ ഈ കോണളവ് മാറുമോ? ഇല്ല, 40 ഡിഗ്രി തന്നെ ആയിരിക്കും. 40ന്റെ അളവ് അങ്ങോട്ട് കുറച്ചുകൂടെ നീട്ടിയാൽ മതി. ഇവിടെ 60, ഇവിടെ 60 ഡിഗ്രിയാണ്. ഇവിടെ 60 ഡിഗ്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 60 ഡിഗ്രിയുടെ അളവിൽ നമുക്ക് കുറച്ചുകൂടെ ഈ നീളത്തില് കുറച്ചുകൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. എന്നാലും ഇവിടെ എടുത്താലും 60, ഇവിടെ എടുത്താലും 60, ഇവിടെ എടുത്താലും 60 തന്നെ. എന്തായാലും ഒരു മാറ്റവും ഇല്ല. അപ്പം വശങ്ങളുടെ നീളം നമുക്ക് ഈ കോണളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വശങ്ങള് വലുതാക്കുകയും ചെയ്യാം, ചെറുതാക്കുകയും ചെയ്യാം, കോണുകൾ മാറ്റമില്ലാതെ. ഇവിടെ ഞാൻ 40-ന് എതിരെയുള്ള വശത്തിന് 1 സെന്റിമീറ്റർ എന്നും 60-നെതിരെയുള്ള വശത്തിന് 1.5 സെന്റിമീറ്റർ എന്നും 80-നെതിരെയുള്ള വശത്തിന് 2 സെന്റിമീറ്റർ എന്നും കൊടുക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളിലും നമുക്ക് വശങ്ങൾ നോക്കുകയാണെങ്കിൽ 40, 60, 80. ആദ്യത്തെ ത്രികോണത്തില് 40-നെതിരെയുള്ള വശം 2 സെന്റിമീറ്ററും 60-ന് 3 സെന്റിമീറ്ററും 80-ന് 4 സെന്റിമീറ്റർ ആണ് വലിയ ത്രികോണത്തിൽ. ഇനി രണ്ടാമത്തെ ത്രികോണത്തിൽ നോക്കിക്കേ, 40-നെതിരെ 1 സെന്റിമീറ്ററും 60-നെതിരെ 1.5 സെന്റിമീറ്ററും 80-നെതിരെ 2 സെന്റിമീറ്ററുമാണ്. ഇത് നോക്കിയാൽ നമുക്കൊരു
പ്രൊപ്പോർഷൻ, ഒരു റേഷ്യോ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നോക്കിക്കേ, വലുതിലെ വലിയ ത്രികോണം ബൈ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾ 40 ഡിഗ്രി എന്താണ് അളവുള്ള വലിയ ത്രികോണത്തിന്റെ വശം ബൈ ചെറിയ ത്രികോണത്തിന്റെ വശം എടുക്കുകയാണെങ്കിൽ 2/1 എത്ര കിട്ടും? 2:1. അടുത്തത് 3/1.5, 1.5 ഇരട്ടിയാണ് 2, അല്ല സോറി 3. അപ്പം എത്ര വരും? 2/1 = 2:1. ഇനി 4/2 എത്ര ചെറുതാക്കാൻ നമുക്ക് എത്ര കിട്ടും? 2/1. 2/1 that is 2:1. ഇവിടെ നോക്കിക്കേ, എല്ലാത്തിന്റെയും റേഷ്യോ തുല്യമാണ്. 2:1, 2:1, 2:1. ഇനി നമ്മൾ തിരിച്ചെടുത്താലോ, ചെറുത് ബൈ വലുത് എടുക്കുകയാണെങ്കിൽ ഈ റേഷ്യോകളെല്ലാം തിരിഞ്ഞു വരും. 1/2, 1:2. ഇവിടെയും എത്ര? 1.5/3. അത് എത്ര കിട്ടും? 1/2, 1:2. ഇനി അടുത്തതോ 2/4, 1/2 = 1:2. അപ്പൊ ഈ റേഷ്യോകള് ഒരു മാറ്റവും വരുന്നില്ല. ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളെ വലിയ ത്രികോണത്തിന് ആനുപാതികമായ വശം കൊണ്ട് ഹരിച്ചാൽ റേഷ്യോ 2:1. എല്ലാ വശങ്ങളും ചെയ്യുമ്പോൾ 2:1 തന്നെ. തിരിച്ചായാലോ ചെറുത് ബൈ വലുത് റേഷ്യോ, വശങ്ങളുടെ കോണിന്റെ എതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ എടുത്താലും നമുക്ക് കിട്ടുന്നത് എല്ലാം ഒരേ റേഷ്യോ, അതായത് 1:2. ഇതിന് മാറ്റമില്ല. അപ്പൊ ചെറുതേ ബൈ വലുത് എടുക്കുകയാണെങ്കിൽ എല്ലാ വശങ്ങളും ചെറുതേ ബൈ വലുത് തന്നെ എടുക്കണം. വലിയ ത്രികോണം ബൈ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾ എടുക്കുകയാണെങ്കിൽ വലിയ ത്രികോണത്തിന്റെ വശം ബൈ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾ തന്നെ ഈ 3 റേഷ്യോയിലും എടുക്കണം. തിരിച്ചും മറിച്ചും എടുക്കാൻ പാടില്ല. തിരിച്ചും മറിച്ചും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ തെറ്റിയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഞാനിപ്പോ രണ്ടാമത് വരച്ച ചിത്രം നോക്കിയേ. എന്താ ചെയ്തത്? ഈ ചെറിയ ത്രികോണത്തെ എടുത്ത് ഇതിന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് 80 ഡിഗ്രി ചേർത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരേപോലെയാണ് ഇൻക്ലിനേഷൻ. നോക്കിക്കേ, ഒരേ ചരിവ് തന്നെയാണ്. അപ്പോഴ് ഇതിന്റെ ചെറിയ വശമാണ് ഇവിടെ വരുന്നത്. പക്ഷെ രണ്ടിന്റെ 80 ഡിഗ്രി ചേർത്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചിത്രത്തില് ഈ 40 ഡിഗ്രി ഇവിടെ വന്നു, 40. അങ്ങനെയാണ് ഇവിടെ രണ്ടും എന്തായിരിക്കും? 60 ഡിഗ്രി വീതം ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? ബോട്ടം ഓഫ് സൈഡ്സ് ഓഫ് ബോത്ത് ദ ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഇതാണ് ആദ്യത്തെ ചെറിയ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡും വലിയ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡുമാണ് അല്ലേ? ചെറിയ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡും വലിയ ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡ്. ബോട്ടം sides of both these triangles are equally inclined to left side. So these sides are parallel. Parallel ആയിട്ടല്ലേ ഇരിക്കുന്നത്? നോക്കിക്കേ, ഈ സൈഡും ഈ സൈഡും എന്താണ്? കോണളവ് തുല്യമാണ്. 40 വരും. അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് ലൈനും പാരലൽ ആണ്. അപ്പൊ നിങ്ങൾ പാരലൈൻസിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്? If two lines are parallel, രണ്ട് ലൈനും പാരലൽ ആണ്, ഇങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ട്രാൻസ്വേഴ്സൽ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലൈൻ, ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് വരച്ചു തരാം. രണ്ട് പാരലൈനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറുകനെ വരയ്ക്കുന്ന ലൈന് പറയുന്നതാണ് ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യണം. ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. ദേ ആർ ഈക്വൽ. പാരലൈൻ ആണോ? ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. ദേ ആർ ഈക്വൽ. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിലോ ഇത് രണ്ടും എന്തായിരിക്കും? അതും കറസ്പോണ്ടിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ 60 വരും, ഇവിടെ 60 വരും, ഇവിടെ 40 വരും, ഇവിടെ 40 വരും. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. സിൻസ് ദീസ് ലൈൻസ് ആർ പാരലൽ. ഈ ബോട്ടം സൈഡിലെ രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ടാണ്. അപ്പം നോട്ട് ഓൺലി ദാറ്റ്, അവ പാർട്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ട്രയാങ്കിൾ ഡിവിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വലുതിന്റെ എത്ര ഭാഗമാണ് ചെറുത്? ഇപ്പം ഇത് പാരലൽ ആണെങ്കിൽ if a line is parallel to one side of a triangle, divides the other two sides in the same ratio. നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? എയും ബിയും, ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും ഇവിടെ സി എന്നും ഇവിടെ ഡി എന്നും കൊടുത്താൽ A/B ഈക്വൽസ് C/D എന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതിവിടെ ഒന്നുകൂടി ആവർത്തിച്ചെന്നേ ഉള്ളൂ.
ഇനി നമ്മൾ നേരത്തെ അതേ ത്രികോണങ്ങൾ തന്നെ ഈ ത്രികോണങ്ങളുടെ വശങ്ങൾക്ക് പേര് കൊടുക്കാം. 80 ഡിഗ്രിക്ക് എ എന്നും 60 ഡിഗ്രിക്ക് ബി എന്നും 40 ഡിഗ്രിക്കെതിരെ സി എന്നും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പി എന്നും 80-നെതിരെ പി എന്നും 60-നെതിരെ ക്യൂ എന്നും 40-നെതിരെ ആർ എന്നും കൊടുക്കുക. ഇനി ഈ ത്രികോണം ഇതിന്റെ പുറത്ത് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ വലിയ ത്രികോണത്തിന് എന്താണ് ഇത്രയും നീളത്തിന് നമ്മൾ ബി എന്നും ഇതിന് എ എന്നും ഇതിന് സി എന്നും കൊടുത്തു. ഇത് പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ ഈ ലെങ്ത് എത്രയായിരിക്കും? ഇത്രയും നീളം എന്ന് പറയുന്ന ക്യൂ ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? ആർ ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? പി ആയിരിക്കും അല്ലേ? അപ്പം ഈ പാർട്ടുകൾ നേരത്തെ കണ്ടത് കണക്കെ നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ എന്താണ്, ചെറുത് ബൈ വലുത് വരുമ്പോൾ ചെറുതിന്റെ വശത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വലുതിന്റെ വശം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്താണ്? ക്യൂ ബൈ പി. അപ്പൊ ക്യൂ ബൈ ബി ഈക്വൽസ് ആർ ബൈ സി എന്ന് കിട്ടും. മുകളിൽ നോക്കിക്കേ, ഈ ചിത്രത്തില് ചെറിയ ത്രികോണം ഈ താഴത്തെ കോർണർ ഇവിടെ 40 ഡിഗ്രിയോട് അടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. 40, 60. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 80 തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 80. അപ്പൊ 80ഉം 60ഉം ഉള്ള വശങ്ങളാണ് സമാന്തരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വശങ്ങൾക്ക് പേര് കൊടുക്കാം. ഈ വലിയ ത്രികോണത്തിന് 80-നെതിരെയുള്ള വശത്തിന് എ എന്നും ചെറുതിന് എന്താണ്? പി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം പി. ഇനി 60 ഡിഗ്രിക്കെതിരെയുള്ളത് ഇപ്പുറത്തെ സൈഡ് നോക്കിക്കേ, ഈ വലുതിന്റെ ലെങ്ത്, അതായത് 60 ഡിഗ്രിക്കെതിരെയുള്ള വലിയ ത്രികോണത്തിന്റെ ലെങ്ത് ബി എന്നും എത്രയാണ്? ബി എന്നും നമ്മൾ കൊടുത്തിട്ടുള്ള വിലയാണ് ഇപ്പൊ എഴുതുന്നത്. ഈ ചെറുതിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണ്? ക്യൂ ആണ് അല്ലേ? ഈ ലെങ്ത് ക്യൂ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ക്യൂ ആണ്. അപ്പോഴ് നമ്മുടെ ഈ സൈഡ് നമ്മൾ കൊടുക്കുന്നില്ല, വില ഒന്നും കൊടുക്കുക, നമുക്കറിയാം അവിടെ അങ്ങനെയാണെങ്കിൽ സിയും ആറും ആയിരിക്കും. അപ്പൊ ഈ രണ്ട് വശങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താണ്? ചെറുത് ബൈ വലുതോ വലുതോ ബൈ ചെറുത്. ഇവിടെ നമ്മൾ എടുത്തത് എന്താണ്? ചെറുത് ബൈ വലുതാ. അതുകൊണ്ട് ഈ ചിത്രത്തിൽ നമുക്ക് ചെറിയ ത്രികോണം ബൈ വലിയ ത്രികോണം എന്ന് എടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് റിലേഷൻ എഴുതാം. ഇവിടെ എടുത്ത് നമ്മള് ചെറുത് ബൈ വലുത്, അപ്പം ഇവിടെയും ചെറുത് ബൈ വലുത് പി ബൈ എ. നമുക്ക് കിട്ടുന്ന റിലേഷൻ പി ബൈ എ ഈക്വൽ ഇവിടെ ചെറുത് ക്യൂ ബൈ ബി. അപ്പൊ ഇത് ഒന്നാമത്തെ റിലേഷൻ, ഇത് രണ്ടാമത്തെ റിലേഷൻ കിട്ടും. നോക്കിക്കേ, ക്യൂ ബൈ ബി രണ്ടിലും ഉണ്ട് അല്ലേ? അപ്പം പി ബൈ എ എന്ന് പറയുന്ന ക്യൂ ബൈ ബി ആണ്, ക്യൂ ബൈ ബി എന്ന് പറയുന്നത് ആർ ബൈ സി ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു റിലേഷൻ എഴുതിക്കൂടെ? ഫ്രം 1 and 2 എന്ത് എഴുതാം? നമുക്ക് എന്താ എഴുതാം? പി ബൈ എ ഈക്വൽ ക്യൂ ബൈ ബി. ഈ ക്യൂ ബൈ ബി ഏതിന് ഈക്വൽ ആണ്? ആർ ബൈ സിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിലേഷൻ കിട്ടി. എന്താണ്? പി ബൈ എ ഈക്വൽസ് ക്യൂ ബൈ ബി ഈക്വൽസ് ആർ ബൈ സി. അപ്പൊ ഇത് എന്താണ് കാണുന്നത്? എയില് പി ഭാഗം അല്ലെ? പി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഭാഗമാണ് എയുടെ എത്ര ഭാഗമാണ് പി? 50-ല് 40 എന്ന് പറഞ്ഞാൽ 50-ല് 40 ഭാഗമാണ്. 5-ൽ 4 എന്ന് പറഞ്ഞാൽ 5-ൽ 4 ഭാഗമാണ്. അതുകൊണ്ട് ബി എത്ര ഭാഗം? ബിയുടെ എത്ര ഭാഗമാണ്? ക്യൂ. ക്യൂ ബൈ ബി. സിയുടെ എത്ര ഭാഗമാണ്? ആർ ബൈ സി ഭാഗമാണ്. അപ്പൊ നമ്മുടെ റിലേഷൻ എന്തായി? പി ബൈ എ ഈക്വൽസ് ക്യൂ ബൈ ബി ഈക്വൽസ് ആർ ബൈ സി.
അപ്പൊ ഇതിൽ നമുക്ക് വേറൊരു ജനറലൈസേഷനിൽ കൂടെ എത്താൻ പറ്റും. If two triangles with the same angles, if we pair the sides opposite equal angle, then the shorter lengths are all the same part of longer one. അപ്പൊ നേരെ നമ്മള് റേഷ്യോ ഒക്കെ എടുത്തില്ലേ, 2 ഭാഗം. എന്താണ്, വലുതിന്റെ പകുതിയാണ് ചെറുത്. 2:1 എന്ന് കിട്ടില്ലേ? വലുതിന്റെ പകുതിയാണ് ചെറുത്, ചെറുതിന്റെ ഇരട്ടിയാണ് വലുത്. അപ്പം 2 ഭാഗം അല്ലെങ്കിൽ 2 times, ചെറുതിന്റെ 2 times ആണ്, അല്ലെങ്കിൽ വലുതിന്റെ അരയാണ്, പകുതിയാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും എന്നാണ്. അപ്പം ഇവിടെ the triangle with the length of the sides, ഒരെണ്ണത്തിന്റെ ലെങ്ത് വലുതിന്റെ ABC എന്നും ചെറുതിന്റെ നമ്മള് PQR എന്നാണ് കൊടുത്തത് അല്ലേ. These have the same angles അല്ലേ. Then PQR are the same times as ABC. എത്ര ടൈംസ് ആണ്? PQR are same times of ABC. This means the change from the sides of first triangle to second triangle. First triangle to second triangle has same scale factor. ഒരേ തോതിലാണ് വർദ്ധിക്കുന്നത്. കൂടുന്നത് ഒരേ തോതിൽ, കുറയുന്നതും ഒരേ തോതിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ it has a same scale factor and we can call that same scale factor as K. അപ്പം എയുടെ എത്ര ടൈംസ് ആണ് P? 2 മടങ്ങ്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ആദ്യം റേഷ്യോ ഇട്ട് എഴുതാം. A/P equals B/Q equals C/R equals K എന്ന് കൊടുക്കുക. അപ്പം ഓരോന്ന് ഈക്വേറ്റ് ചെയ്യുക. A/P equals K. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? A is equal to K into P അല്ലെങ്കിൽ PK. K into constant into P. 2 times 3 times എന്ന് പറയത്തില്ലേ, അതുപോലെ. ഇത് അടുത്തത് ഇക്വേറ്റ് ചെയ്ത B/Q equals K. നമുക്ക് എന്ത് കിട്ടും? B is equal to K into Q. K times Q. C/R equals K. Therefore, C is equal to K times R. അപ്പം എന്താണ്, നമുക്ക് എന്ത് മനസ്സിലായി? In triangle with the same angles, sides opposite to equal angles are scaled by same factor. ഒരേ തോതിലാണ് എന്താണ് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഒരേ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. 2, 3, 1.5 എന്ത് വേണമെങ്കിലും ആകാം. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നതായിരിക്കും. Till then, bye. Okay.